വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നാഷണൽ ഗാർഡിയൻസിന്റെ ബുഫൂണിന്റെ പാക്ക് ഇറക്കാൻ പോകണം. ഞാനപ്പോൾ അതുപോലെ തന്നെ നേരത്തെ വേൾഡ് ക്ലാസിക്കിന്റെ നമ്മുടെ പെലയുടെ പാക്ക് വന്നപ്പോൾ ഒരു 100 കോയിന് സ്പിൻ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് പാക്ക് വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് CF പ്ലെയർ ഒക്കെ ഉള്ളതാണ്. ഞാനത് കറക്കിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കാത്തിരുന്നത് എനിക്കൊരു ഗോൾ കീപ്പറിന് വേണ്ടിയാണ്. ഗോൾ കീപ്പർ ഇത്രയും നാളെ ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഡെഗയായിരുന്നു. ഡെഗയുടെ ഇത് ഒരു ഒരു രക്ഷയില്ലാത്തൊരു ഗോൾ കീപ്പറായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ഗോൾ കീപ്പറിനെ വെച്ച് കളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഡെഗയുടെ അത്ര റിഫ്ലക്സ്, അതുപോലെ തന്നെ ഗോൾ ക്യാച്ചിങ് അതൊന്നും എനിക്ക് അത്ര കിട്ടാത്തതുകൊണ്ട് വേറെ ആരും ഇട്ടില്ല. അപ്പം 98 ഞാൻ എത്ര ഡിവിഷൻ പ്ലേ കളിച്ചാലും എനിക്ക് പറഞ്ഞിട്ട് ഡെഗയായിരുന്നു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഡെഗയുടെ ഇതിന് പാക്ക് വരുമ്പോൾ ഡെഗയുടെ ബൂസ്റ്റർ ഇതിന് വരുമ്പോൾ അത് എടുക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു. അല്ലെങ്കിൽ ബുഫൂണിന് എടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളെ ഞാൻ കാത്തിരുന്നതിന് ശേഷമാണ് ഞാൻ ഡെഗയെ മാറ്റി ഡെഗയെ വിരമിക്കുക എന്നുള്ളതാണ് എനിക്കിന്ന് അറിയേണ്ടത്. അപ്പം എൻ്റെ 4000 കോയിനുണ്ട്. അപ്പം ഒന്ന് കറക്കി നോക്കാന്ന് ഓർത്ത് അതിനകത്ത് ഞാനിപ്പോൾ ഓഫറിന് വന്ന 3 പാക്ക് ഉണ്ടല്ലോ, അതായത് ആ കോയിൻ ഓഫറിൽ വന്ന 3 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4700 കോയിനുണ്ട്. പിന്നെ 100-150 കോയിനകത്ത് ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ബുഫൂണിൻ്റെ പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കറക്കാൻ പോകണമാണ്. അപ്പം ആദ്യത്തെ 900 സ്പിൻ എടുക്കാണ്. കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നാഷണൽ ഗാർഡിയൻസിന് എനിക്ക് എപ്പോഴും ഫസ്റ്റ് സ്പിന്നിലൊക്കെ അടിക്കുന്നതാണ്, സെക്കൻഡ് സ്പിന്നിലൊക്കെ അടിക്കുന്നതാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കും 900 സ്പിന്നിലൊക്കെ. ഇപ്പോൾ ഒരുപാട് ബുഫൂണിന് മാത്രം മതി എനിക്ക് ഇതിനകത്ത്. എനിക്ക് വെക്കംബറിനൊന്നും വേണ്ട. എനിക്ക് ആകെ ബുഫൂൺ മാത്രമാണ് വേണ്ടത്. ഇതൊരു ലെഫ്റ്റ് ബാക്കിന് പ്ലെയറിനൊന്നും എനിക്ക് ആവശ്യമില്ല. ശരിക്കും പുള്ളിയൊക്കെ ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ലെഫ്റ്റ് ബാക്കിൻ്റെ മാൾട്ടീനി ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ബുഫൂണിൻ്റെയൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ ആയി പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് കൊടുത്തേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നത്. കാര്യം നമ്മുടെ ഇത്രയും പോയി വെച്ച് എങ്ങനെയാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം 900 ഫസ്റ്റ് സ്പിന്നാണ്. കിട്ടുമെന്നാലും കണ്ടറിയാം. അപ്പം ഇനി ആദ്യത്തെ തന്നെ ബേസുമ്പോൾ തുടങ്ങിയുണ്ട്. അത് തന്നെ ഒരു ഇടങ്ങാറാണ്. അയ്യോ ബുഫൂണ് കിട്ടി. ബുഫൂൺ അടിച്ച് 900 സ്പിന്നിൽ ബുഫൂൺ അടിച്ച് ഞാൻ സ്കിപ്പ് അടിച്ച് ബുഫൂണ് എനിക്ക് തന്നെ യൂട്യൂബിൽ ഫസ്റ്റ് ബുഫൂൺ 900 സ്പിന്നിൽ അടിച്ചെന്ന് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ജാതി അടിയാണ് അടിച്ചേക്കുന്നത് 900 സ്പിന്നിൽ. ബാക്കി ഫുള്ള് കോയിൻ സേവ് ചെയ്തേക്കാണ്. എന്നെ പൊന്നു 900 സ്പിന്നിലൊക്കെ എനിക്ക് ബുഫൂണിനെ തരുമെന്നും കൂടി വിചാരിച്ചാണ് ഞാൻ. എന്തൊക്കെ ഇങ്ങനെയൊക്കെ തരുമോ? എനിക്ക് നാഷണൽ ഗാർഡിയൻസ് എപ്പോഴും 900 സ്പിന്നിലും ഒരു രണ്ടാമത്തെ സ്പിന്നിൽ എങ്ങനെയൊക്കെ അടിക്കും. ബാക്കി 3800 കോയിൻ സേവ്ഡ്. ബുഫൂണിനെ ഞാൻ വെറുതെ സ്കിപ്പ് അടിച്ചു. അപ്പോൾ തന്നെ അടിച്ചു. എനിക്ക് ഞാൻ വിചാരിച്ചു ബേസുമ്പോൾ തുടങ്ങി ഭയങ്കര വിഷമമായിട്ടിരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബുഫൂണിൻ്റെ കാർഡ് കിട്ടുമെന്ന് വിചാരിച്ചല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ. എന്നെ വലിപ്പിച്ച് എട്ടങ്ങേറാക്കി കൊണാമി തൊലിക്കൂന്ന് വിചാരിച്ച എജാതി സർപ്രൈസ് ആയിരുന്നു. 900 സ്പിന്നിലൊക്കെ തരാമെന്ന് പറഞ്ഞാൽ എത്രയോ യൂട്യൂബേഴ്സ് കറക്കിയിട്ട് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് ഓപ്പൺ ചെയ്തത്. അത്ര ടെൻഷനായിട്ടാണ് ഞാൻ കറക്കിയത്. എന്നാലും ബുഫൂണിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇരിക്കുന്നത് അവരൊക്കെ എല്ലാം ഞെട്ടിക്കും. 900 സ്പിന്നിന് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇജാതി സർപ്രൈസ് ആയിരുന്നു. കൊണാമി ഈ പ്രാവശ്യം എൻ്റെ കോയിനൊന്നും തിന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എവിടെയാ പോയത്? ഇവിടെ ഉണ്ട്. എന്തായാലും പുള്ളീനൊന്ന് ട്രെയിൻ ചെയ്യാൻ എനിക്ക് വേറെ ആരെ വേണ്ടായിരുന്നു ആ ബാക്കിൽ. എനിക്ക് ആളെ മാത്രം മതിയായിരുന്നു. എന്നിട്ട് ബെക്കംബർ കാര്യം ഞാൻ പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റുഡീഗറിന്റെ പാക്ക് നാഷണൽ ഗാർഡിയൻസിന് വന്നാൽ അതിൽ ഏറ്റവും വലിയ പ്ലെയർ റുഡീഗറാണ്. എനിക്കൊരു 600 കോയിൻ കിട്ടിയതാണ്. അതുപോലെ തന്നെ നാഷണൽ ഗാർഡിയൻസിന്റെ വേറൊരു പാക്കായിരുന്നു നെസ്റ്റയുടെ പാക്ക്. ഇതും എനിക്ക് 900 സ്പിന്നിൽ കിട്ടിയതാണ്. അത് ഞാൻ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ തന്നെ നാഷണൽ ഗാർഡിയൻസ് എങ്ങനെ തന്നെ ഫസ്റ്റ് സ്പിന്നിൽ അതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ആട്രിബ്യൂട്ട് പോണ പ്ലെയറിനാണ് എനിക്ക് അപ്പടി. എംബാപ്പെ, അതുപോലെ തന്നെ നെയ്മറിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മാൾട്ടീനിനെ അടിക്കുന്നത് എനിക്ക് ഒരെണ്ണം ഫ്രീ പിന്നിൽ കിട്ടിയത് കേട്ടോ. മറ്റവനെ നമ്മുടെ സാബിറൻസോനെ, അതുപോലെ തന്നെ എഡ്ഗർ ഡേവിസിനൊക്കെ എനിക്ക് ടാർഗറ്റ് ചെയ്ത് പ്ലെയർ ആണോ ആ പ്ലെയറിനെ കേട്ടോ എപ്പോഴും കിട്ടണം. അതുപോലെ തന്നെ ഗുള്ളിറ്റിന്റെ ബാഗിൽ ഗുള്ളിറ്റിനാണ് ഫസ്റ്റ് കിട്ടിയത്. ക്രൈഫിന്റെ ബാഗിൽ 8 കോയിൻ ഉണ്ടായിരുന്നെങ്കിൽ ക്രൈഫിനാണ് ആദ്യം കിട്ടിയത്. അതാണ് ടോപ്പ് പ്ലെയർ ആയതുകൊണ്ട് അയാളെ കിട്ടിയ. അപ്പൊ അതിൽ തന്നെ ഈ പ്ലെയറിനെ കിട്ടി. അങ്ങനെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു സംഭവം തന്നെയാണ്. ഗോൾ കീപ്പർ ഫസ്റ്റ് സ്പിന്നിലാണ് അടിച്ചത്. ഫസ്റ്റ് സ്പിന്നിലൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ ആർക്കും അടിച്ചതാണ് എനിക്ക് വന്നത്. എങ്ങനെ ഞാൻ സ്കിപ്പ് അടിച്ച് ഞാൻ കിട്ടിയില്ല. ബേസുമ്പോൾ തുടങ്ങി ആ കടങ്ങാറാക്കിന്ന് വിചാരിച്ചു. എന്തായാലും ലെവൽ ട്രെയിനിങ് ഒന്ന് ചെയ്തു നോക്കാം. എന്തായാലും എത്ര വരും 106 ആട്രിബ്യൂട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ബുഫൂണിനെ വലിയ കാര്യം 106 ഇപ്പം തന്നെ കല്ല് കൊടുക്കാണ്ട് തന്നെ സ്റ്റോൺ കൊടുക്കാണ്ട് തന്നെ 106 അപ്പോൾ ഒരു സ്റ്റോൺ കൊടുത്ത് എനിക്ക് തോന്നുന്നു 106 ഏകദേശം ആട്രിബ്യൂട്ട് കാര്യങ്ങൾ 99, 92, 95, 96 റിഫ്ലക്സ് കിട്ടുന്നുണ്ട്. പിന്നെ റീച്ച് 97, 99 ഗോൾ കീപ്പർ അവയർനെസ്. അപ്പോൾ ഒരു ബൂസ്റ്ററും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 ആവും മിക്കവാറും. ഇപ്പോൾ
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതല്ല ഇത്ര സർപ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇപ്പം ഈ പാക്ക് ഇവിടെ ഓപ്പണിങ് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഇനിയിപ്പോൾ 3800 ചില്ലാരും പോയിട്ടുണ്ട്. ഇനി വേറെ നല്ല പാക്ക് വരുമ്പോൾ 6000ൻ്റെയോ അല്ലെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും പാക്ക് വരുമ്പോൾ നമുക്ക് കറക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സേവ് ഇട്ട് വെക്കാം. എനിക്ക് പെലയുടെ ആവശ്യമില്ല. പെലക്ക് ഐറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. എനിക്ക് പിന്നെ 8 ഉണ്ട്. അതിൽ തന്നെ ഇഷ്ടം പോലെ ഉമ്പാപ്പ ഉണ്ട്, പിന്നെ CF അടിക്കുക ക്രൈഫ് ഉണ്ട്, കണ്ടുനുണ്ട്, പിന്നെ അതിന് ഗുള്ളിറ്റ് ഉണ്ട്, ഓവൻ ഉണ്ട്, ഇഷ്ടംപോലെ CF പ്ലെയറാണ്. അതുകൊണ്ട് നമ്മുടെ മുത്താർന്ന ഡഗയൊക്കെ ആട് എന്താ സ്കോഡിൽ തന്നെ എപ്പോഴും കിടക്കും. കാര്യം ഡഗയുടെ ഒരു കാർഡ് വരുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ പഫുവിൻ്റെ കാർഡ് എടുക്കാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.